നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവര് രണ്ടാളും കോടതി പോയി അല്ലേ? പ്രേമ സങ്കല്പിക്കുന്നതിലും ആശിക്കുന്നതിലും ഒന്നും തെറ്റില്ല. നടന്നിരുന്നെങ്കിൽ നല്ലൊരു ബന്ധമായിരുന്നു അല്ലേ രംഗ? നല്ല കുട്ടിയല്ലേ ചന്ദ്രലേഖ? ചന്ദ്രലേഖ നല്ല കുട്ടിയാണെന്നുള്ളതിൽ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല അച്ഛാ. പക്ഷേ കുഞ്ഞളീന്റെ ജീവിതത്തിൽ ഇടം കിട്ടിയാൽ പോരല്ലോ, കുഞ്ഞളീന്റെ മനസ്സിൽ ഇടം കിട്ടണ്ടേ? നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് ഒരു പെണ്ണിനെ കുഞ്ഞളിയന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുമോ? അതില്ല. പിന്നെ ചന്ദ്രയുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും സ്നേഹവും വിനയൊക്കെ നമ്മൾ കൂടുതൽ കാര്യമായിട്ട് എടുക്കണ്ട. എങ്ങനെയും കല്യാണം നടന്നാൽ അതിനുശേഷം അറിയാം ശരിക്കുള്ള ചന്ദ്രലേഖ ആരാണെന്നും എന്താണ്. അതെന്താ രംഗ അങ്ങനെ പറഞ്ഞത്? മറ്റൊന്നുമല്ല അച്ഛാ, ഒറ്റ പുത്രിയായി വളർന്ന കുട്ടിയല്ലേ, സ്വാർത്ഥത കൂടും. അത് ശരിയാ. അച്ഛാ അച്ഛാ അച്ഛാ, ചന്ദ്രയുടെ അച്ഛൻ വരുന്നെന്ന്. അതിന് ഞങ്ങൾ ഇറങ്ങി ഓടണോ പ്രേമേ? കുറെ ദിവസമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചന്ദ്രയുടെ അച്ഛൻ വരുന്നു, ചന്ദ്രയുടെ അച്ഛൻ വരുന്നു എന്ന്. ആ മറ്റേ സിനിമയിലെ ചന്ദ്രയുടെ കയ്യനങ്ങി കയ്യനങ്ങി എന്ന് പറയുന്ന പോലെ. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്, എന്റെ അച്ഛനോടാ. അച്ഛാ, നാളെ വരും അദ്ദേഹം. വരട്ടെ, അതിനെന്താ? വീട്ടിലൊരു അതിഥി വരുന്നത് നല്ലതല്ലേ? ഓ, അങ്ങനെ വെറും അതിഥിയായിട്ട് അച്ഛൻ അദ്ദേഹത്തെ കാണരുത്. വേണ്ട, വിശിഷ്ട അതിഥിയായിട്ട് തന്നെ കാണാം. ഗാർഡ് ഓഫ് ഓണർ സെറ്റ് ചെയ്യണോ? ഓ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ.